Dear friends and my dear students, and today's topic is all about intelligibility. എന്താണ് intelligibility? As we all know, there are two types of criteria in OED speaking. First criteria is linguistic criteria, other one is clinical criteria. Linguistic criteria, there are four criteria under linguistic criteria. First one is appropriateness, second one is intelligibility, third one is grammar expression, and then fluency. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് intelligibility എന്താണെന്നുള്ളതാണ്. So what is this intelligibility? So there are 3 points to be noted. Okay, the first thing is stress, rhythm, and next is intonation. ഇങ്ങനെ 3 പോയിന്റ്സ് ആണ് നമ്മുടെ ഇന്റലിജിബിലിറ്റിക്കകത്തുള്ളത്. ഓക്കെ, സോ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെന്റൻസ് കൺസ്ട്രക്ഷനും നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട കുറച്ച് വേർഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്റലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്രമാത്രം മറ്റുള്ളവരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഹൗ ഗുഡ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ്. നമ്മൾ സംസാരിക്കുന്നത് എത്രമാത്രം ക്ലാരിറ്റിയോട് കൂടി മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ് ഇന്റലിജിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് സ്ട്രെസ് ആണ്. സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ ഞാൻ ഇന്റലിജിബിലിറ്റി ഫാക്ടർ ഒന്നും യൂസ് ചെയ്യാതെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ പോവാണ്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. Alright, so my name is Joseph. I have completed my BSc Nursing from Ambedkar Medical College. I have 2 years of experience. My hobbies are listening to music and watching TV. ഇവിടെ ഞാൻ അങ്ങനെ ഇന്റലിജിബിലിറ്റി ഫാക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ സ്ട്രെസ് യൂസ് ചെയ്തിട്ടില്ല, റിതം യൂസ് ചെയ്തിട്ടില്ല, ഇന്റോനേഷൻസ് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ സെയിം ഇൻട്രൊഡക്ഷൻ ഞാൻ ഒന്നും കൂടെ പറയാൻ പോവാണ്. ഇവിടെ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് വേർഡ്സ് ആണ്. ഒന്ന് എന്റെ പേര്, നെക്സ്റ്റ് വൺ ഞാൻ പഠിച്ച കോളേജ്, അടുത്തത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്റെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, വീണ്ടും ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്റെ ഹോബീസിനെ കുറിച്ചാണ്. ഇങ്ങനെ 4 പോയിന്റ്സ് മാത്രമാണ്, 4 വേർഡ്സ് മാത്രമാണ് ഞാൻ മെയിൻ ആയിട്ട് സ്ട്രെസ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയെല്ലാം അൺസ്ട്രെസ്ഡ് ആയിരിക്കും. അത് ഞാൻ എന്റെ നൃത്തത്തിലൂടെയാണ് സംസാരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഇന്റോനേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, my name is Joseph. I have completed my BSc Nursing from Ambedkar Medical College. I have 2 years of experience. My hobbies are listening to music and watching TV. Okay, so here I stressed my name, my college, years of experience, my hobbies are listening to music and watching TV. ഇങ്ങനെ 4 പോയിന്റ്സ് മാത്രമാണ് ഞാൻ സ്ട്രെസ് ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ഐഡിയയും ഒരു സ്പെക്ടേറ്റർക്ക് അല്ലെങ്കിൽ സ്പെക്ടേറ്റേഴ്സിന് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതിനാണ് നമ്മൾ പറയുന്നത് ഇന്റലിജിബിലിറ്റി. ഓക്കെ, സോ നമ്മുടെ വോയിസ് ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാകണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സ്ട്രെസ് ഓൺ certain words which you want to convey to your audience. Okay, so that's what we call intelligibility. I will give you one more example. ഇവിടെ ഞാനൊരു പോം റിസർച്ച് ചെയ്യാൻ പോവാണ്. ആ പോം റിസർച്ച് ആദ്യം ഞാൻ ഇന്റലിജിബിലിറ്റി ഫാക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഈ പോയം റിസർച്ച് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് I will use intelligibility factor and then I will recite this poem again. Okay, ഇതൊരു poem. Okay, so Oh Captain My Captain എന്നാണ് പോയതിന്റെ പേര്. Written by Walt Whitman. Okay, Oh Captain, my Captain, how fearful trip is done. The ship has weathered every rack, the prize we sought is won. The port is near, the bells are clear, the people all exulting, while follow eyes steady care. The vessel grim and daring, but oh heart, oh the bleeding drops of bread, where on the deck my captain lies, fallen cold and dead. ഇവിടെ ഞാൻ ഇന്റലിജിബിലിറ്റി ഫാക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് പറഞ്ഞു പോയായിരുന്നു. അതുകൊണ്ട് അത് അതിനൊരു വ്യക്തത ഇല്ലായിരുന്നു, അല്ലെ, അതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇനി ഞാൻ സെയിം പോം തന്നെ ഇന്റലിജിബിലിറ്റി ഫാക്ടേഴ്സ് ആയിട്ടുള്ള സ്ട്രെസ്, റിതം ആൻഡ് ഇന്റോനേഷൻ, ഈ 3 ഫാക്ടേഴ്സും കൂടെ ചേർത്തിട്ട് ഈ സെയിം പോം ഞാൻ ഒന്നും കൂടെ റിസർച്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Oh Captain, my Captain, our fearful trip is done. The ship has weathered every rack. The prize we sought is won. The port is near, the bells are here, the people all exulting, while follow eyes the steady keel. The vessel grim and daring, but oh heart, oh the bleeding drops of red, where on the deck my captain lies, fallen cold and dead. My captain does not answer, his lips are pale and still. My father does not feel my arm, he has no pulse, no will. ഓക്കെ, അപ്പം ഇങ്ങനെ ഞാൻ റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും കുറച്ചുകൂടെ അതിന്റെ ഇമോഷൻ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വേർഡ്സിനൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു, അല്ലെ. അപ്പം അതിനാണ് നമ്മൾ പറയുന്നത് ഇന്റലിജിബിലിറ്റി ഫാക്ടർ എന്ന്. അപ്പം ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ടുഡേസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വേറൊരു സബ്ജക്റ്റ് ആയിട്ട് വരാം. Till then, it's bye from. Have a great day.